പേടിപ്പിച്ചുകൊണ്ട് ഭൂചലനം. തൃശൂരിനെയും പാലക്കാടിനെയും വിറപ്പിച്ച് ഭൂമി കുലുങ്ങി. കുന്നംകുളം മേഖലയിൽ 4 സെക്കൻഡിന് താഴെ നീണ്ടുനിന്ന പ്രകമ്പനത്തിൽ ഉഗ്രശബ്ദമാണ് കേട്ടത്. കുന്നംകുളത്ത് ഒരു വീട്ടിൽ ഭൂചലനത്തെ തുടർന്ന് വിള്ളൽ രൂപപ്പെട്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പ്രതികരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ റിപ്പോർട്ടിലൂടെ കാണാം. ആദ്യം റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കുന്നംകുളത്തുണ്ടായത്. ഇന്ന് രാവിലെ ഏകദേശം 8:15 കൂടിയായിരുന്നു 3 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഈ ഭൂചലനം ഉണ്ടായത്. മറ്റൊരു കാര്യമായ ആർക്കും പ്രശ്നമോ അപകടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും കുന്നംകുളത്തൊരു വീടിൻ്റെ മേൽക്കൂരയുടെ ഭാഗത്ത് വിള്ളൽ വീഴുന്ന തരത്തിലേക്കൊരു വീടിന് പ്രശ്നമുണ്ടാകുന്നതായി നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. വീടിൻ്റെ മുകൾ ഭാഗത്ത് ഏകദേശം ജനലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഒരു വിള്ളൽ ഈ ഒരു ഭൂചലനം ഉണ്ടായത്. അപ്പോൾ ഇവിടെയൊക്കെ വലിയ രീതിയിൽ ശബ്ദത്തോടു കൂടിയുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായതെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഒരു വല്ലാത്തൊരു മുഴക്കം വാതിൽ ഞാൻ ചാരിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എന്താണെന്നുള്ളത് അറിയാണ്ട് ഞാൻ വേഗം ആ ഒരു മുഴക്കത്തിൻ്റെ ഇതിൽ ഞാൻ വേഗം പുറത്തേക്ക് കിടന്നു. നമ്മളിങ്ങനെ തിറമ്പി പോവും. അപ്പം ഇനി ഭൂമി കുലുക്കാണോ അത് വേറെ എന്തെങ്കിലും സൗണ്ടാണോ എന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് ന്യൂസിലൊക്കെ കണ്ടത് കുന്നംകുളത്ത് ഭൂചലനം എന്നുള്ളത്. ഞാൻ അകത്തൊക്കെ പോയി നോക്കുമ്പോഴത്തേനും അതൊക്കെ അടർന്ന് വീണിട്ട് വീടിന്റെ ഭിത്തിയൊക്കെ അകത്തടർന്ന് മുകൾ ഭാഗത്താണ് അകന്നു. മുകൾ ഭാഗത്താണ് പ്രശ്നം പറ്റിയത്. മുകൾ ഭാഗത്തും റൂമിന്റെ അകത്തൊക്കെ ഭയങ്കരമായിട്ട് വീണ്ടിട്ട് അടർന്ന് വീണിട്ടുണ്ട്. ഇതിപ്പോ ചേച്ചി മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ പണിക്ക് പോയി, മക്കള് പഠിക്കാൻ പോയി. ഇതിനെ മോങ്ങണ്ടിട്ട് ഇപ്പോഴും ആ പേടി മാറിയില്ല? ഇപ്പോഴും വിട്ടിട്ടില്ല. കാരണം ഇതും കൂടി കണ്ടപ്പോഴേ അകത്തതൊക്കെ വീണ് കണ്ടപ്പോൾ നമുക്ക് പേടിയായി. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുകയാണോ? പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. എന്തോ ഒരു ഭയങ്കര മുഴക്കാണ് ഉണ്ടായത്. അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഇതേ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടായത്? പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു. പിന്നെ എല്ലാവർക്കും പിന്നെയാണ് ഇത് ഭൂമി കുലുക്കാണെന്നുള്ളത് മനസ്സിലായത്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്? ഇതുപോലെ ഉണ്ട്, പറയാൻ പറ്റില്ല. കുറച്ച് ഇനിയിപ്പോൾ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാര്യത്തില്. ഇവരുടെയൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇനിയും ഇതുപോലെ ഉണ്ടാകുമോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ വീടിന് ഈ ഒരു അവസ്ഥ പറ്റി ഇനിയും ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട്. ഈ ഒരു പ്രദേശത്ത് മുഴുവൻ ഈ രീതിയിലാണ് ഒരു ഭൂചലനം അനുഭവപ്പെട്ടത്. ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വടക്ക് മാറി 18 കിലോമീറ്റർ മാറിയാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം കുന്നംകുളം ഭാഗത്തായിട്ടാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. നേരത്തെ പറഞ്ഞതുപോലെ തീവ്രത 3 രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിൽ കുന്നംകുളത്ത് അനുഭവപ്പെട്ട ഭൂചലനം അങ്ങനെ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 18 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രകമ്പനമൊക്കെ തന്നെ ഉണ്ടായത്. ജിജിൻ ജയ്പാൽ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും കാര്യങ്ങൾ വിശദീകരിക്കാൻ ചേരുന്നു. 3.0 തീവ്രത അത്ര ആശങ്കപ്പെടുത്തുന്നതല്ല. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട ഭൂചലനമാണ്. ഇതിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അനുഭവപ്പെട്ട പ്രദേശങ്ങളെ ചുവന്ന നിറത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഈ കേരളത്തിൻ്റെ ഭാഗത്ത് ഈ ചുവന്ന മാർക്ക് ഇവിടെ കാണാം. ഇതാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് നമ്മൾ ഈ കാണുന്ന ഈ ചുവന്ന മാർക്ക്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. കുന്നംകുളത്തിന് അടുത്താണ് അതിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. 3 ആ ഭൂചലനത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8:15 26 സെക്കൻഡിനാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. 18 കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് 18 കിലോമീറ്റർ മാറിയും കണ്ണൂരിൽ നിന്ന് 164 കിലോമീറ്റർ മാറിയും കൊല്ലത്ത് നിന്ന് 194 കിലോമീറ്റർ മാറിയുമാണ് ഇതിൻ്റെ ഈ അനുഭവപ്പെട്ടിരിക്കുന്നത്, ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. അത് ഏതൊക്കെ മേഖലകൾ നമുക്കറിയാം. പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് ഈ ഭൂകമ്പം അനുഭവപ്പെട്ടതെന്ന് അറിയാം. അത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് കൃത്യമായി ചോദിച്ചാൽ ഇതാണ് ഈ കാണുന്ന ചുവന്ന ഡോട്ടാണ് ഇതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അറബിക്കടലാണ് ഈ മേഖല. മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ഈ മേഖലകളിൽ, കുന്നംകുളം തുടങ്ങിയ മേഖലകളിലാണ് അത് കുറച്ചുകൂടി തീവ്രമായി അനുഭവപ്പെട്ടത്. മറ്റുള്ള മേഖലകളിൽ അത്ര തീവ്രമായി അനുഭവപ്പെട്ടില്ല. ഈ കാണുന്ന വൃത്തത്തിൽ കാണുന്ന പ്രദേശത്താണ് ഇതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. നമുക്കെന്താണ് ഈ സാഹചര്യങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം തൃശ്ശൂർ, പാലക്കാട് മേഖലകളിലേക്കുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനകൾ അതൊക്കെ എങ്ങനെയായിരിക്കാം ഇതിനെ സ്വാധീനിച്ചിരിക്കുക? യഥാർത്ഥ കാരണങ്ങളിലേക്കും ഇനി നമ്മൾ സ്വീകരിക്കേണ്ട മറ്റെന്തെങ്കിലും ജാഗ്രത ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടി വിദഗ്ധരുണ്ട്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് തത്സമയം ചേരുന്നുണ്ട്, ശാസ്ത്രലേഖകനാണ്. അപ്പം ഡോക്ടർ ഹരിപ്രസാദ് ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ഈ ഇന്നത്തെ ചലനമൊക്കെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി കൂടിയാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്,
ആളുകളെ സംബന്ധിച്ചോളം വലിയൊരു ഭൂപ്രദേശമാണ്. ആ മേഖലയിലുള്ള ആളുകൾ ഈ ഭൂകമ്പം ഉണ്ടായതിനു ശേഷം, കാരണം 3 സെക്കൻഡ് വരെ നീണ്ടു നിന്ന ഒരു ചലനമാണ് രേഖപ്പെടുത്തുന്നത്. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വലിയ ഭാഗ്യമാണ്. എങ്കിലും ആളുകൾക്ക് വലിയ ഭീതിയാണ്. ഇതെന്തുകൊണ്ടായിരിക്കാം ഉണ്ടായത്, ഇനി അത് തുടർന്നും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയപ്പാടുണ്ട്. ഒരു ശാസ്ത്ര മേഖലയിൽ നിന്നുള്ള ഒരു കാഴ്ചയിലൂടെ നോക്കുമ്പോൾ, കോണുകളിലൂടെ നോക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്, എന്താണ് ഇതിനെക്കുറിച്ച് വിലയിരുത്താനുള്ളത്? നമ്മുടെ കുന്നംകുളത്തിനടുത്ത് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരത്തിൽ തെക്കായിട്ട് 7 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 3 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന ഒരു ഭൂചലനമാണിത്. അപ്പോൾ നമുക്കറിയാം, കേരളം ഭൂകമ്പ സാധ്യത പട്ടികയിൽ സോൺ 3-ലാണുള്ളത്. അതായത് ഏകദേശം 5.5 വരെ മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. പ്രത്യേകിച്ച് വടക്കഞ്ചേരി മുതൽ ഇടുക്കി, പാല ആ മേഖല വരെയുള്ള വിള്ളലുകളുണ്ട്. ഫോൾട്ട് എന്ന് പറയും, ഒരു പെരിയാർ ഫോൾട്ടും അതിനോടനുബന്ധിച്ചുള്ള മേഖലകളും ഇതിന് സാധ്യത കൂടുതലുള്ള ഇടങ്ങളാണ്. നമുക്കറിയാം, നേരത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം എന്ന് പറയുന്നത് 2000-ൽ ഉണ്ടായിട്ടുള്ള ഈരാറ്റുപേട്ട ഭൂകമ്പമാണ്. അത് ഏകദേശം 5 മാഗ്നിറ്റ്യൂഡിന് ആണ് വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സാധ്യതകൾ വടക്കഞ്ചേരി മുതൽ ഇടുക്കി വരെയുള്ള ആ മേഖലകളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ സാധാരണയായി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ മേഖലകളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ 2 എണ്ണമായിട്ടാണ് ഉണ്ടാകുന്നത്. അത് ഡബ്ലറ്റ് എന്നാണ് പറയുന്നത്. അത് ഒന്നുണ്ടായതിനു ശേഷം കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമോ ആയിരിക്കും അടുത്തതുണ്ടാകുക. നമ്മുടെ ചരിത്രം പരിശോധിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടാണ് അത് അനുമാനത്തിലെത്തുന്നത്. പഴയ ഭൂകമ്പങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭൂചലനത്തിന് കൂടുള്ള സാധ്യത ഈ മേഖലയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പെരിയാർ ലീനിയമെൻ്റ് എന്ന് പറയും, പെരിയാർ ഫോൾട്ട്, അത് ഇടുക്കി മുതൽ ഇങ്ങോട്ട് നീണ്ടുകിടക്കുകയും അതിൻ്റെ അനുബന്ധ ഭാഗങ്ങൾ വടക്കാഞ്ചേരി വരെ നീണ്ടുകിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇപ്പോഴുള്ള ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. അതായത് ശ്രീ രാജഗോപാൽ കമ്പത്ത്, ഒരു ചലനം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉടൻ തന്നെയാണോ, എങ്ങനെയാണ് അത്? ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് അറിയാനുള്ള ഉത്കണ്ഠ ഉണ്ടല്ലോ. 22 അല്ലെങ്കിൽ 25 വർഷം കൂടുമ്പോഴാണ് ഈ മേഖലയിൽ ഭൂചലനം ഉണ്ടാകുന്നത്. അതാണ് ഈ പഴയ റെക്കോർഡ്സ് പറയുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് കൂടുതൽ സാധ്യത നമ്മളവിടെ തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു നമ്മൾ തയ്യാറായിരിക്കുകയാണെന്നുള്ളതാണ്. ഈ പെരിയാർ ലീനിമെൻറ്റിൻ്റെ, പെരിയാർ ഫോൾട്ടിൻ്റെ ആ സൈഡിലുള്ള നമ്മുടെ ഇടുക്കി, തൃശ്ശൂർ മേഖലയിലുള്ള, ആ കോട്ടയം മേഖലയിലുള്ള ആളുകൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഒരു 5 മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ 5.5 മാഗ്നിറ്റ്യൂഡോന് മുകളിലുള്ള വലിയ ഭൂകമ്പങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും പരമാവധി ഏതെങ്കിലും സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഉണ്ടാകുന്നത് 6 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പമായിരിക്കും. അത് വലിയ ഭൂകമ്പം തന്നെയാണ്. കാരണം ഇത്രയും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നാശനഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അപ്പോൾ 5.5 തന്നെ വലിയൊരു ആഘാതമുണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഇതാരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്താനോ ഒന്നും പറയുന്നതല്ല. ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ അപഗ്രഥിച്ച് നമ്മൾ തീർച്ചയായും തൃശ്ശൂരുകാരും പാലക്കാടും ഒക്കെ ആ മേഖലയിലുള്ള ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഡോക്ടർ രാജഗോപാൽ കമ്പത്ത് പറയുന്നത്. കരുതിയിരിക്കണം. അതിന്റെ സാഹചര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനിയൊരു ചലനത്തിനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ്. അനുബന്ധമായി പറയുമ്പോൾ ശ്രീ രാജഗോപാൽ കമ്പത്ത്, നമുക്ക് ഈ ഭൂമിയുടെ ഘടനകൾ മാറുന്ന തരത്തിലുള്ള ദുർബല പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഖനനങ്ങൾ, ഈ പ്രദേശത്തേക്ക് എടുത്തു നോക്കുമ്പോൾ താങ്കൾ കൂടി അവിടുത്തെ ഭൂമിശാസ്ത്ര ഘടന നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അനധികൃതമായിട്ടുള്ള ഖനനങ്ങൾ അനവധിയുണ്ട്. അങ്ങനെ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ, മനുഷ്യന്റെ കൈകടത്തൽ, അതൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ? അതൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ടോ ശ്രീ രാജഗോപാൽ കമ്പത്ത്? തീർച്ചയായിട്ടും. ഇപ്പോൾ പെരിയാർ എന്ന് പറയുന്ന അല്പം ഉയർന്ന ആ പ്രദേശത്ത് നിന്ന് വ്യത്യസ്തമായ ഘടനയാണ് ഈ ഇപ്പുറത്തേക്കുള്ളത്. കടലിൻ്റെ ഭാഗത്തേക്കുള്ള. കാരണം വെസ്റ്റേൺ ഘാട്ട്സിൽ നിന്നും കടലിലേക്ക് ഒരു ചെരിവാണുള്ളത് ശരിക്കും. അപ്പോൾ ഈ ഭൂപ്രദേശങ്ങൾ ഉണ്ടായ സമയത്ത് പലതരത്തിലുള്ള പാറകളും പലതരത്തിലുള്ള പ്രദേശങ്ങളുമാണ് ഈ ഭൂവൽക്കത്തിൽ നിന്നും മുകളിലേക്ക് ഉള്ളത്. 40 കിലോമീറ്റർ താഴെ കനമാണ് ഈ ഭൂവൽക്കത്തിന് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ 40-48 കിലോമീറ്റർ കനം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാലയളവിൽ ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ നല്ല ചൂടായിരുന്നു. 40 ഡിഗ്രി 45 ഡിഗ്രി ചൂടായിരുന്നു. അതിനുശേഷം മഴ പെയ്തു. നമുക്കറിയാം, ചൂട് വരുമ്പോൾ ഏതൊരു ദ്രവ്യ പദാർത്ഥവും എക്സ്പാൻഡ് ചെയ്യും.
അപ്പോൾ അതിപ്പോൾ ഭൂവൽക്കമായിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ എന്തായിരുന്നാലും എക്സ്പാൻഡ് ചെയ്യും. തീർച്ചയായിട്ടും വിള്ളലുകൾ ഉണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഴ പെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഡ്രെയിനേജ് എല്ലാം കൂടി ഡ്രെയിനേജ് സിസ്റ്റംസ്, അതായത് വെള്ളത്തിൻ്റെ ഡ്രെയിനേജ് എല്ലാം കൂടി ഇത്തരം വിള്ളലുകളിൽ കൂടുതൽ മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു ട്രിഗറായി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മനുഷ്യനിർമ്മിതമായ പല കാരണങ്ങളുണ്ട്. ഭൂപ്രകൃതിയിൽ നമ്മൾ ധാരാളം മാറ്റങ്ങൾ വരുത്തി വെച്ച് കഴിഞ്ഞു. ഖനനം ഉണ്ടായി കഴിഞ്ഞു. ഖനനം എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റിംഗ് ഉണ്ട്, തുടർച്ചയായ ബ്ലാസ്റ്റിംഗ് പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ മലയുടെ ഉച്ചിയിൽ ചതുരംഗപ്പാറ മലയുടെ ഉച്ചിയിലാണ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. ഇടുക്കിയിൽ ധാരാളം ഉരുൾപൊട്ടലുകളും ലാൻഡ് സ്ലൈഡ്സും ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുപോലെ പലയിടങ്ങളിലും മലയിലും മലയോരങ്ങളിലും ഒക്കെ ദുർബല പ്രദേശങ്ങളാണ്. നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് ദുർബലമാണ്. ആ ദുർബല പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൈകടത്തലുകൾ വരികയും ബ്ലാസ്റ്റിംഗ് തുടർച്ചയായിട്ട് നടക്കുകയും ചെയ്യുന്നത്. ആ വേവ്സ് തീർച്ചയായിട്ടും ഈ ഘടനകൾക്ക് ആഘാതം വരുത്തി വെക്കും. അത് ക്യുമുലേറ്റ് ചെയ്ത് വന്നിട്ട് ശരി, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. കാരണം നമുക്ക് അറിയാം, നമ്മുടെ മറ്റ് ദുർബല പ്രദേശങ്ങൾ, പശ്ചിമഘട്ടം പോലെയുള്ള അവിടേക്ക് നമ്മൾ സ്വീകരിക്കുന്ന കരുതൽ അതുപോലെയൊക്കെ എടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ സംശയങ്ങളും ആകാംക്ഷയൊക്കെ തന്നെ നമുക്ക് നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ അടുത്തെങ്കിലും നമ്മൾ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാകുന്നത് നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കരുതലോടുകൂടി തന്നെ ഇരിക്കുകയും ചെയ്യണം. ഞാൻ രാജഗോപാൽ എത്താം. ഡോക്ടർ ഹരിപ്രസാദ്, താങ്കൾ ഇത് നേരിട്ട് അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? 3 മിനിറ്റോളം ഒരു ചലനമുണ്ടാകുമ്പോൾ, ഒരു കുലുക്കമുണ്ടാകുമ്പോൾ എന്തായാലും വലിയ രീതിയിൽ എന്തായാലും നമുക്ക് അനിഷ്ട സംഭവങ്ങളോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ മേഖലയിലുള്ള ആളുകൾ അവരൊക്കെ എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്തത്? ഇന്ന് കാലത്ത് ഒരു 8 മണിക്ക് ശേഷം ഒരു പെട്ടെന്നൊരു ട്രാൻസ്ഫോമറൊക്കെ കത്തിയതായിട്ടുള്ള ഒരു സൗണ്ട്. അത് അതേസമയം ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ ഒരു വലിയൊരു സൗണ്ടും കേട്ടു. അപ്പോൾ നാച്ചുറലി നമ്മൾ എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന പോലെ തോന്നി എനിക്ക്. മാത്രമല്ല പക്ഷിമൃഗാദികളൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി. നമ്മുടെ ചുറ്റുഭാഗത്തും കുറെ മയിലുകളുള്ള സ്ഥലമാണ്. ഇവരെല്ലാം ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി. പൂച്ചകളെല്ലാം അകത്ത് വീട്ടിലേക്ക് ഓടിക്കയറി. അപ്പൊ നമ്മൾ വിചാരിച്ചു സംതിങ് അൺനാച്ചുറൽ, ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു സംഭവമല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അടുത്ത വീട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലായിടത്തും അവരും എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടത്. പക്ഷെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രകമ്പനമൊന്നും ഉണ്ടായില്ല. പാത്രങ്ങൾ വീഴുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും മൊത്തത്തിൽ വീടൊന്ന് ഇളകി. അപ്പോ വൈഫ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ അവരോട് ചോദിച്ചപ്പോഴും പറഞ്ഞ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യമായിട്ടുള്ളൊരു അടുത്ത ഒരു അനുഭവം ആയതുകൊണ്ട് ആളൊക്കെ വളരെ പാനിക്കാണല്ലേ? പാനിക്കാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ മുന്നേയും 2 പ്രാവശ്യം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഒരു ഷേക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ഈ എർത്ത്ക്വേക്ക് പ്രോൺ സോൺ എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ ദേശമംഗലം ആ ഏരിയയിലൊക്കെ അതൊക്കെ അതിന്റെ ഒരു സെന്റർ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറ്റി സസ്പെക്ട് ചെയ്യും, ഇതാവാം. മാത്രമല്ല ഒരു സൗണ്ടും ഉണ്ടായിരുന്നു, ഉള്ളുന്നൊരു ശബ്ദം, ശക്തമായ ഒരു സൗണ്ടും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ, ഈ 10-30 വർഷം മുമ്പ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ നേരത്തെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ കേൾവി പോലെയൊക്കെയുള്ളൂ. തൃശ്ശൂർ ഇതിന്റെ ഒരു സെന്ററായിട്ട് ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട് എന്ന് നേരത്തെ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കൈകടത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ ഡോക്ടർ മനസ്സിലാക്കിയതനുസരിച്ച് ഇവിടത്തേക്കുള്ള പ്രദേശങ്ങൾ ദുർബലപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കൂടി ശ്രദ്ധക്കുറവുണ്ടോ? പ്രത്യേകിച്ച് ഈ അനധികൃതമായിട്ടുള്ള കൈകടത്തലുകൾ, വളരെ പ്രധാനപ്പെട്ടത് ഈ ഖനനമടക്കമുള്ള കാര്യങ്ങൾ, നമ്മൾ ഇത്തരം പ്രദേശങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത കാട്ടിക്കൊണ്ട് ചില നിയന്ത്രണങ്ങൾ സ്വയം എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ആ മേഖലയിൽ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? തീർച്ചയായും ഇത് വലിയൊരു കാരണം അത് തന്നെയാണല്ലോ. നമ്മുടെ കംപ്ലീറ്റ് അതിന്റെ ഇക്കോസിസ്റ്റം തന്നെ മാറ്റുകയാണല്ലോ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വി ഹാവ് ടു ഫേസ് ദ അൺഎക്സ്പെക്റ്റഡ്. നമുക്ക് ടു ഫേസ് ദ കോൺസിക്വൻസസ്. നമ്മൾ പ്രകൃതിയെ നമ്മൾ മാനിക്കാതിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ വി ആർ അവെയർ ഓഫ് ഇറ്റ്. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. സർക്കാർ അതിന് വേണ്ടുന്നതായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ചില പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേട്ട ശേഷം നമുക്ക്, കാരണം ആളുകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ വലിയ തോതിൽ അവർ
എന്തായിരിക്കും ഇനി തുടർചലനങ്ങൾ ഉണ്ടാകുമോ, ഇപ്പോഴത്തെ സംഭവത്തിന് അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾ അവർ അങ്ങനെ ആശങ്ക പ്രകടിപ്പിച്ചു. ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഇങ്ങനെ മനസ്സിലായിട്ടില്ലേ, പെട്ടെന്ന് നല്ല ഇടി, നല്ല സൗണ്ട് ആയിരുന്നു. ഒരു വിറയലുമാതിരി ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമുക്ക് അനുഭവപ്പെട്ടു അല്ലെ, ഭൂചലനം മനസ്സിലായോ? അപ്പോ പിന്നീട് ആൾക്കാർ പറഞ്ഞിട്ട് മനസ്സിലായത് എന്താ സംഭവം ആദ്യം മനസ്സിലായില്ല. കുറച്ച് കാലം മുന്നേ ഉണ്ടായിട്ടുണ്ട്, 10-25 കൊല്ലം മുമ്പ്. 25 കൊല്ലം മുമ്പ് അന്ന് ഇതുപോലെ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഒരു സെക്കൻഡ് രാത്രി ആയിരുന്നത്. അന്നുണ്ടായപ്പോ ഇതേപോലെ കറണ്ട് പോലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മറക്കല്. എങ്ങനെയായിരുന്നു ചേട്ടൻ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? വണ്ടി കഴുകുമ്പോഴായിരുന്നു. വണ്ടി കഴുകുമ്പോഴായിരുന്നു. ഇവിടെ ആയിരുന്നോ? അല്ല, വീട്ടിലായിരുന്നു. കന്യാകുമാരി അവിടെ വണ്ടി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. അങ്ങനെ പെട്ടെന്നൊരു പിന്നെ പറഞ്ഞു കേട്ടത് ഇങ്ങനെ ഭൂചലനാണ്. ശരിക്കും നമുക്ക് ഒരു ശരീരത്തിന് ഒരു വിറയൽ അനുഭവപ്പെട്ടോ? മൊത്തത്തിലൊരു സൗണ്ടാണ് കൂടുതലായിട്ടുണ്ടായത്. പ്രധാനമായിട്ട് സൗണ്ട് ആയിരുന്നു. അപ്പൊ ആദ്യം ഇടിവെട്ടാന്നാണോ വിചാരിച്ചത്? അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടോ? ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നോ? മറ്റുള്ള പേടിയുണ്ട്. ഇനി കൂടുതൽ ഇനി വല്ലതും വരുമോ, വല്ല വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കേടോന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും അങ്ങനെ കെട്ടിപ്പോക്കുന്ന മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തന്നെ ഒരു ചെറിയൊരു കുലുക്കത്തിൽ അത് തകർന്നു പോകുമ്പോൾ എന്നൊക്കെ ഭയം സ്വാഭാവികമായും ഉണ്ടാകും. നമ്മൾ തന്നെ മനുഷ്യരുടെ കൈകടത്തൽ മൂലം അതിനൊക്കെ ആക്കം കൂടുന്നു. അതൊക്കെയാണ് ഭൂമിയുടെ ഘടനയെ മാറ്റുന്നത് എന്നുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അധിക ജാഗ്രത ഭരണകൂടം, നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ടോ, നമ്മൾ കരുതി തന്നെ ഇരിക്കണം. തൃശ്ശൂരിലെയും പാലക്കാട്ടെയും ഭൂകമ്പത്തിൽ ഭയപ്പെടേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മാതൃഭൂമി ന്യൂസിൻ്റെ ഈ യൂട്യൂബിൽ ഒരുപാട് പേര് തമാശയ്ക്കൊക്കെ ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ചില കമൻറ്റുകൾ ഇടുന്നുണ്ട്. അതിൽ സുരേഷ് ഗോപി ഇന്ന് മാതാവിന് കൊന്ത കൊടുത്ത ദിവസമാണ് ഈ ഭൂചലനം എന്ന് പറയുന്നത്. സുരേഷ് ഗോപി എന്തെങ്കിലും പ്രതികരിച്ച് കണ്ടോ എന്നാണ് ഒരുപാട് പേരിങ്ങനെ തമാശയ്ക്ക് ചോദിക്കുന്നത്. ആര് പ്രതികരിച്ചാലും ആര് പ്രതികരിച്ചില്ലേലും പ്രകൃതിയുടെ വിഷയമാണ്. പ്രകൃതി കലിതുള്ളുക എപ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. നമ്മൾ സ്വയം കരുതൽ എടുക്കുക എന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ പ്രദേശത്ത് കേരളത്തെ സംബന്ധിച്ച് ഈ 3 മുതൽ 4 വരെ തീവ്രതയുള്ള ഭൂചലനത്തിന് സാധ്യതയുള്ള മേഖല എന്നാണ് വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചോളം അനധികൃതമായ കൈകടത്തലുകൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ആവശ്യങ്ങൾ അധികമായി വരുന്നു, ഏറുന്നു. ഭൂമിയുടെ ഘടന തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ലോലപ്രദേശങ്ങൾ ഒരുപാടായി രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പശ്ചിമഘട്ടത്തൊക്കെ എടുക്കുന്ന ജാഗ്രത പോലെ ഈ തൃശ്ശൂർ പാലക്കാട് മേഖലയിലും ഒരു കരുതൽ, ഒരു ഭരണതലത്തിലുള്ള ഇടപെടലൊക്കെ വേണ്ടി വരുന്ന രീതിയിലേക്ക് വരും ദിവസങ്ങളിൽ ഒരു ജാഗ്രത വേണ്ടി വരുമോ? താങ്കൾ പറഞ്ഞതുപോലെ ഇനിയും ഒരു ചലനത്തിനുള്ള സാധ്യതയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വെറുമൊരു ചലനം എന്ന രീതിയിൽ അങ്ങ് കണ്ടു കളഞ്ഞാൽ മതിയോ? നമുക്ക് ഇവിടെ സാധ്യതയുള്ളത് ഏകദേശം 5.5 മാഗ്നിറ്റ്യൂഡോ റിക്ടർ മാഗ്നിറ്റ്യൂഡിൽ 5.5 വരെയുള്ള വ്യാപ്തമുള്ള ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ അത് തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി അങ്ങനെയുള്ള പാലക്കാട് ജില്ലകളിലാണ് ഇതിന്, കാരണം അതിനോടനുബന്ധിച്ച മേഖലകളാണ് ഈ ഫാൾട്ടുകളുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെയാണ് ഇതിൻ്റെ സാധ്യത. ഇപ്പോൾ ഇന്നത്തെ ഭൂചലനം തന്നെ കൊടുങ്ങല്ലൂർ മുതൽ പൊന്നാനി വരെയും ഇപ്പുറത്തേക്ക് ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി വരെയും അനുഭവിക്കാനായിട്ടുണ്ട്. പിന്നെ കടലിൻ്റെ ആ ഭാഗത്തേക്കും ഇതിൻ്റെ വ്യാപ്തി അനുഭവിക്കാനായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആളുകൾ വളരെ തിങ്കിങ് പാർക്കുന്ന ഇടമാണ്. ഭൂകമ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ 2 രീതിയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത ഞാൻ പറയുന്നത്. ഒന്ന് മാഗ്നിറ്റ്യൂഡ് പറയും, അത് നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഭൂകമ്പത്തെ അളക്കാനായിട്ടുള്ള ഒരു റിക്ടർ മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അത് അനുഭവിച്ചു എന്നുള്ളതിന് ആ തീവ്രതയാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. കേരളത്തിലെ ഈ ചെറിയ ഭൂകമ്പങ്ങൾ പോലും 5 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പങ്ങൾ പോലും വലിയ ഇൻറ്റൻസിറ്റിക്ക് കാരണമാകും. കാരണം നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളുമൊക്കെ പാടങ്ങളും ജലസ്രോതസ്സുകളുമൊക്കെ നികത്തിയിട്ടാണ്, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളുമൊക്കെ നികത്തിയിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും മധ്യ കേരളത്തിൽ ആണ് ഇത് കണ്ടുവരുന്നത്. പിന്നെ മലയോര മേഖലകളിലും ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് കാരണം വരുന്ന ഒരു കൺസ്ട്രക്ഷൻസാണ്. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ 5 മാഗ്നിറ്റ്യൂഡ് പോലും വളരെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പിന്നെ ദുർബലമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. അതിനും ഈ പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിൽ ഇത്തരത്തിലുള്ള ധാരാളം കെട്ടിടങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഒരെണ്ണം പ്രതീക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞതിന് കാരണം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുള്ള
ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഏകദേശം 22-നും 25 വർഷത്തിനും ഇടയ്ക്ക്. ഈരാട്ടുപേട്ട ഭൂകമ്പം 2000-ലാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു, 23.5 വർഷം കഴിഞ്ഞു. ഡിസംബർ 2000-ലാണ് അത് ഉണ്ടായത്. ഈ 23.5 വർഷം കഴിയുമ്പോൾ നമ്മൾ അടുത്ത 1.5 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ ഭൂകമ്പത്തിൻ്റെ കൂടെ തന്നെ 3-4 ആഴ്ചകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. തീർച്ചയായിട്ടും സംവിധാനങ്ങൾ അതിനുവേണ്ടി തയ്യാറായിരിക്കണം, മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത 21-ന് ശേഷം ഉണ്ടാകുന്ന അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ നല്ല മഴയ്ക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കൂടുതൽ ജലം ചില നിശ്ചിത കേന്ദ്രങ്ങളിൽ കൂടുതലായി കേന്ദ്രീകരിച്ചിട്ട് വലിയ മഴകൾ പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ശക്തമായ മഴകൾ. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിള്ളലുകളിൽ, അല്ലെങ്കിൽ ഖനനം പ്രവർത്തനമോ ബ്ലാസ്റ്റിങ്ങോ കൊണ്ടുണ്ടാകുന്ന വിള്ളലുകളിൽ ജലം ഊർന്നിറങ്ങിയിട്ട് അവിടെ ഉരുൾപൊട്ടലുണ്ടാകാനും മണ്ണിടിച്ചിലുണ്ടാകാനും ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മേഖലയിലുള്ള, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ളവർ വളരെ മുൻകരുതലുകൾ എടുക്കണം. അതിനുവേണ്ടി എല്ലാ ഏജൻസികളും അതിനുവേണ്ടി ശ്രമിക്കണം. ഈ അടുത്ത ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല മഴ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ 1-2 കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായ മഴ തന്നെ ഈ സമയങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എനർജി ബിൽഡപ്പ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ റിലീസ് ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ റിലീസ് ഉണ്ടായിട്ടില്ല. ആ റിലീസ് ചിലപ്പോൾ ജൂൺ അവസാനമോ അല്ലെങ്കിൽ ജൂലൈ ആദ്യഘട്ടത്തിലോ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല മഴ സ്പെസിഫിക്കായിട്ട് പലയിടങ്ങളിലും ഒരു നിശ്ചിത ഇടങ്ങളിൽ പെയ്യും എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ളവർ നേരത്തെ തന്നെ മുൻകരുതലെടുക്കണം. ഇത് മാപ്പ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടലുള്ളത്. അഥവാ ഖനന പ്രവർത്തനം ഇപ്പോൾ അനധികൃതമോ അനുമതി കൊടുത്തിട്ടുള്ളതായ ഖനനങ്ങൾ വളരെ നേരത്തെ തന്നെ നിർത്തിവെക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം മനുഷ്യജീവനുകൾ ഇതിൽ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള വലിയ നാച്ചുറൽ ഈവൻസിൽ, നാച്ചുറലല്ല മാൻമെയ്ഡ് ഇവൻസാണ്, മനുഷ്യജന്യമായ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന ഇവൻസാണ് ഈ ഉരുൾപൊട്ടലും കൂടുതലും. അപ്പോൾ അത് ഒഴിവാക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. പിന്നെ നമുക്ക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ഭൂപ്രകൃതിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തി വെച്ച് കഴിഞ്ഞു. ഈ വിള്ളലുകൾക്കൊക്കെ ഹാനി വരത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതൊന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. നമുക്കിനിയിപ്പം അത് എത്രത്തോളം അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റുമെന്ന് മാത്രമേ നോക്കാൻ സാധിക്കൂ. ഇപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല വെള്ളക്കെട്ടുകളൊക്കെ നികത്തിയിട്ടാണ്, പാടങ്ങളൊക്കെ നികത്തിയിട്ടാണ് വലിയ കെട്ടിടങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പല കാര്യങ്ങളും കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഇതിനെന്താ ചെയ്യുക എന്നുള്ളത്, ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നടപടി എടുക്കേണ്ടതെന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൂടാതെ തന്നെ അതിന് ഉപരിയായിട്ട് എന്താണ് നമുക്ക് നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും മനുഷ്യജീവൻ ഹാനി വരാതിരിക്കാനും ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ കരുതേണ്ടത്. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ചെയ്തിട്ട് കാര്യമില്ല, അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കാരണം ശാസ്ത്രം പറയുന്നത് ഒരു വലിയ ഭൂചലനത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതിനുവേണ്ടിയുള്ള മുൻകരുതൽ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ് തീർച്ചയായും വേണ്ടത്. അവസാനമായി ശ്രീ ഹരിപ്രസാദ്, തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയൊക്കെ ആ ഒരു പ്രദേശത്തെ ഒരു അവസ്ഥയൊക്കെ നോക്കുമ്പോൾ ഇതിനെ ഒരു ആഘാതത്തെ നേരിടാൻ ദുർബലമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്, മലയോര മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മളവിടെ കരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം എന്തെന്നാണ് താങ്കളുടെ അനുഭവത്തിലൂടെ മനസ്സിലാവുന്നത്? ഇതുവരെ ശക്തിയായിട്ടുള്ള ഒരു പ്രകമ്പനമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. പക്ഷേ നമ്മൾ സാറ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ബി പ്രിപ്പയർഡ്, നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കുക ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ദ വേസ്റ്റ്. നമ്മൾ അതും കൂടെ കണക്കാക്കണമല്ലോ. നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഭരണകൂടം അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ്, അതിനുള്ള എല്ലാം തയ്യാറാക്കി വെക്കുക, അതേ നിവൃത്തിയുള്ളൂ. ശരി ഡോക്ടർ, എന്തായാലും അങ്ങനെ നമുക്ക് ഇനിയൊരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കണം. ഒപ്പം നേരത്തെ വിദഗ്ധർ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കൂടി കൈകടത്തലുകൾ ഇതിൽ ഉണ്ടാകുന്നുണ്ട് എന്നൊരു ജാഗ്രത ഈ കാലഘട്ടങ്ങൾ ഇങ്ങനെ ഓരോ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ആക്കങ്ങൾ കൂടി കൂട്ടുന്നുണ്ട് എന്നൊരു ബോധ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളണം. എന്തായാലും ഒന്നും അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് തന്നെ ആശ്വസിക്കാം. വളരെ നന്ദി ഡോക്ടർ രാജഗോപാൽ കമത്ത്, ഡോക്ടർ ഹരിപ്രസാദ്.